വെൽക്കം എവരി വൺ. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് SQL ഫോർ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. സോ നിങ്ങൾക്കറിയാം SQL എന്ന് പറയുന്ന ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ ഷോർട്ട് ഫോമാണ് SQL എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന അതിനെ ഹാൻഡിൽ ചെയ്യുന്ന വൺ ഓഫ് ദ ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഓക്കെ, സോ SQL ഈസ് ആൻ അബ്രിവിയേഷൻ ഫോർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സോ ഈ വീഡിയോയിൽ നമുക്ക് ബേസിക്കലി എന്താണ് SQL, വാട്ട് ഈസ് SQL, എന്തിനാണ് SQL, അതായത് ഈ ഒരു SQLൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിത് വെച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു വിത്ത് SQL, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് SQL എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എന്താണ് ഡേറ്റാബേസ് എന്ന് പറയേണ്ടി വരും. സോ വാട്ട് ഈസ് എ ഡേറ്റാബേസ്? സോ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്തെ നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ ബുക്ക് ചെയ്യുന്നത്, നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ, ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡഡ് സംവെയർ സ്റ്റോർഡ് ആണ്. സോ ആ ഇൻഫർമേഷൻ പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിനെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് പ്രൈമറിലി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് നമുക്ക് വേണമെങ്കിൽ പറയാം. വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ സേവ് ചെയ്യുന്നത്, നമ്മൾ പറയുക, അതിന് പൊതുവേ പറയുക ഫ്ലാറ്റ് ഫയൽസ് എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, സോ എന്താണ് ഫ്ലാറ്റ് ഫയൽസ്? കോമൺ ആയിട്ട് നമ്മളൊരു ഫയൽ ഫോമിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഫ്ലാറ്റ് ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ PDF ഫയൽസ് ആവാം, ഡോക്യുമെൻറ്റ് ഫയൽസ് ആവാം, Excel ഫയൽസ് ആവാം, സോ ആൻഡ് സോ ഫോർത്ത്, ടെക്സ്റ്റ് ഫയൽസ് ആവാം, TXT ഫയൽസ്. സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ എന്തുകൊണ്ട് ഈ പറയുന്ന ഇൻഫർമേഷൻസ്, നമ്മൾ പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, നമ്മുടെ പർച്ചേസിങ്, നമ്മുടെ ട്രാവലിങ്, നമ്മുടെ GPS ട്രാവൽ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്താൽ പോരെ? വേറെ എന്തൊരു ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഫയൽസിനുള്ള എന്തോ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സോ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫ്ലാറ്റ് ഫയൽസിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വിക്കായിട്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യുക, അതിനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ വരുന്ന ഒരു ഇൻഫർമേഷൻ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്ലാറ്റ് ഫയൽസിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഡേറ്റയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ഈ ഡേറ്റാ ബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണം, ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൺസും അതിൻ്റെ ഇൻഫർമേഷനും കാണും. ഈ മൊബൈൽ ഫോണിൻ്റെ ലൈക്ക് സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ മെമ്മറി, റാം, പ്രൈസ്, സ്ക്രീൻ ടൈപ്പ്, കമ്പനി ടൈപ്പ്, മോഡൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ ആ ഇൻഫർമേഷനുള്ള ഒരു വലിയ ഇൻഫർമേഷൻ, ഹ്യൂജ് ഇൻഫർമേഷൻ തന്നെ ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുണ്ടാവും. പക്ഷേ നമുക്ക് ചിലപ്പം ഒരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന മൊബൈലായിരിക്കും, അതായിരിക്കും നമ്മുടെ ബഡ്ജറ്റ്. നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയുടെ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഇൻഫർമേഷനായിട്ട് കൊടുത്തു കഴിയുമ്പം ഈ മൊത്തത്തിലുള്ള ലിസ്റ്റിൽ നിന്ന് ഈ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കാണേണ്ട ആവശ്യമുള്ളൂ. സോ അങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫ്ലാറ്റ് ഫയൽസ് പോലെ സ്റ്റോർ ചെയ്തിട്ട് എടുക്കുന്നത് ഇന്നെഫിഷ്യൻ്റാണ്. അത് കൂടുതൽ റീഡിങ് ഉള്ള സമയം കൂടുതലായിട്ട് എടുക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആവട്ടെ,
വെബ്സൈറ്റ്സ് ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേറ്റാബേസസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻഫർമേഷൻ എഫിഷ്യൻ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും. ഓക്കെ, എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് ഈ ഡേറ്റാബേസ് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഫ്ലാറ്റ് ഫയൽസിന് ഇല്ലാത്ത ഈ ഒരു ഫീച്ചർ, എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, എങ്ങനെ ഫ്ലാറ്റ് ഫയൽസിന് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക്കലി ആ ഒരു ടൈപ്പ് ഓഫ് ഫയൽ റീഡിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. ഡേറ്റേനെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ സോർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു കാര്യം അത് അപ്ഡേറ്റ് മീൻസ് അച്ചീവ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി ഡൈനാമിക് ടൈപ്പ് ലാംഗ്വേജസ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള C++ പോലുള്ള ലാംഗ്വേജസ് ആയിരിക്കും അറ്റ് ദ ബാക്ക് എൻഡിൽ ഈ ഒരു ഇൻഫർമേഷൻ എടുക്കുന്നതും റിട്രീവ് ചെയ്ത് കൊണ്ടുവരുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, സോ അത് എങ്ങനെ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്, അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റാബേസിന് ഒരു ഉദാഹരണമാണ്, എക്സാമ്പിൾ ഓഫ് ഡേറ്റാബേസ് ആണ് SQL എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ സയൻറ്റിസ്റ്റിന് അപ്പം എന്തുകൊണ്ട് SQL എന്നുള്ളതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതായത് ക്വിക്കായിട്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ വരുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQL യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റ സയൻറ്റിസ്റ്റിന് എന്തുകൊണ്ട് SQL ഇമ്പോർട്ടൻ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഡേറ്റ ഉണ്ട്. ഡേറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നതും അതുകൊണ്ട് അനാലിസിസ് ചെയ്യുന്നതും അനലിറ്റിക്സ് ചെയ്യുന്നതും മോഡൽ ചെയ്യുന്നതും പ്രഡിക്ഷൻസ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതും അത് വെച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സർവീസസ് ആൻഡ് ആപ്സ് ആൻഡ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റുമാരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ പലപ്പോഴും സ്റ്റോർഡായി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഉണ്ടാവാനുള്ള സാധ്യത ഡേറ്റാബേസിൽ നിന്നായിരിക്കും ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റാബേസ് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, എങ്ങനെ ക്വറി ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേറ്റാ സയൻറ്റിസ്റ്റുമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഡെസിഗ്നേഷനിൽ വരുന്ന ആളുകളെ നമുക്ക് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, സോ ഡേറ്റ എന്ന് പറയുന്ന അനലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് കൂടുതലായും SQL എന്ന് പറയുന്ന സ്കില്ലും അത് വെച്ച് ഡേറ്റനെ ക്വറി ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള സ്കില്ല് ആവശ്യമായിട്ട് ഉണ്ട്. ഓക്കെ, സോ എന്താണ് SQL, എന്തുകൊണ്ട് SQL എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫർദറായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, വരുന്ന മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്താണെന്നും എന്തുകൊണ്ട് അത് നമുക്ക് ആ രീതിയിൽ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.